കളി കഴിഞ്ഞിട്ട് മോയിസസ് കൈസേഡോ തൻ്റെ അമ്മക്കരികിലെത്തി നടത്തുന്ന ഒരു ആഘോഷമുണ്ട്. അതിലുണ്ട് എല്ലാം. ഇക്കഡോർ ഏറെ ആഗ്രഹിച്ചിരുന്നു ഇതുപോലൊരു വിജയവും വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജിലേക്കുള്ള പ്രവേശനവും. ജർമ്മനിയെയാണ് അവർ 2-1 പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അത്ഭുതമുണ്ടോ? ഒരത്ഭുതവുമില്ല. ഇക്കഡോറിൻ്റെ കളികൾ നിരന്തരം നിരീക്ഷിച്ച ഒരാൾക്കും ഒരത്ഭുതവും ഉണ്ടാവില്ല. ആകെ അത്ഭുതം തോന്നിയത് തുടക്കത്തിലെ 2 മത്സരങ്ങൾ അവരെങ്ങനെ ജയിക്കാതെ പോയി, അവരെന്താണ് ഈ ചെയ്യുന്നത് എന്നതിലായിരുന്നു. ഡാർക്ക് ഹോഴ്സസ് ആകുമെന്ന് ഫുട്ബോൾ നിരീക്ഷകരൊക്കെ പറഞ്ഞൊരു ടീം ഗ്രൂപ്പ് സ്റ്റേജിൽ വീണു പോകുമോ എന്ന ആശങ്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജർമ്മനിക്കെതിരെ അവർ തീക്കളി അങ്ങ് കളിച്ചു, വിജയിച്ചങ്ങ് കയറി. ഒരത്ഭുതവും വേണ്ട. ജർമ്മനി കുർസാവോക്കെതിരെ 7 ഗോൾ അടിച്ചതുകൊണ്ടായില്ലല്ലോ. ഐവറി കോസ്റ്റിനെതിരെ യുണ്ടാവിൻ്റെ ഗോളിൽ അവസാന നിമിഷം രക്ഷപ്പെട്ടു പോയതുകൊണ്ടാവില്ലല്ലോ. ഇക്കഡോർ വേറെ ലെവൽ ടീമാണ്. അത് പക്ഷേ പലർക്കും മനസ്സിലായിരുന്നില്ല. നമ്മൾ വേൾഡ് കപ്പിന് മുമ്പ് ഈ വേൾഡ് കപ്പിൽ കണ്ടിരിക്കേണ്ട 10 കളികൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കളി പറഞ്ഞത് ഈ ജർമ്മനി വേഴ്സസ് ഇക്കഡോർ കളിയായിരുന്നു. അന്ന് അത് മനസ്സിലാക്കാത്ത പലരും നമുക്കെതിരെ തിരിഞ്ഞിരുന്നു. ജർമ്മനി വേഴ്സസ് ഇക്കഡോർ കോമഡി എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടവരുണ്ട്. അതിനു കൂടെ ഇദ്ദേഹത്തിന് ഒരു ചുക്കും അറിയില്ല, ജർമ്മനി ഐവറി കോസ്റ്റ് മത്സരം പറയുകയാണെങ്കിൽ ഓക്കെ, ഇക്കഡോർ കോപ്പാണ്, അവരുടെ കളിയൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞവരും, നിനക്ക് ഫുട്ബോളിനെ കുറിച്ചൊരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞവരും ഒക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ 4 കൊല്ലത്തിലൊരിക്കൽ കളി കാണാൻ വന്നിട്ട് എന്തെങ്കിലും എഴുതി വിടുന്നതാണ്. നിരന്തരം 365 ദിവസവും ഒരു വർഷത്തിൽ ഈ കളിയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് ഇക്കഡോർ ആരാണ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും ഇൻ സ്റ്റൈൽ ഇക്കഡോർ ഇതാ റൗണ്ട് ഓഫ് 32 കടന്നിരിക്കുന്നു. ഇനി ഒരു കാര്യം പറയട്ടെ, ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്തതൊന്നുമല്ല. കളി കാണുന്നവരൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷെ ചിലർക്ക് അങ്ങ് അംഗീകരിക്കാൻ മടിയെന്ന് മാത്രമേ ഉള്ളൂ. യുവേഫയിൽ നിന്നുള്ള, യൂറോപ്പിൽ നിന്നുള്ള ടീമുകൾ ലാറ്റിൻ അമേരിക്കൻ ടീമുകളോട് ജയിക്കാൻ പാടുപെടുന്നു. ഈ വേൾഡ് കപ്പിൽ പരാഗ്വെ തുർക്കിയെ 1-0 തോൽപ്പിച്ചു. അർജൻറ്റീന ഓസ്ട്രിയക്ക് ഇട്ട് പണി കൊടുത്തത് 2-0. ബ്രസീൽ സ്കോട്ട്ലൻഡിനെ മുക്കിയത് 3-0. ഇക്കഡോർ ഇതാ ജർമ്മനിയെ 2-1 തോൽപ്പിച്ചിരിക്കുന്നു. സോ മുട്ടിടിക്കുന്നുണ്ട് യൂറോപ്പുകാർക്ക് ലാറ്റിൻ അമേരിക്കക്കാരുടെ മുന്നിൽ. ജർമ്മനിക്ക് ആശ്വസിക്കാം, ഒരു ഗോളെങ്കിലും തിരിച്ചടിച്ചല്ലോ.